നബിദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം. ദഫ്മുട്ടിൻ്റെയും അതുപോലെ തന്നെ സ്കൗട്ടിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ദഫ്മുട്ട് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ വിവിധയിടങ്ങളിൽ മൗലിദ് പാരായണം നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ അന്നദാനവും നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖദാറിലാണ്. ഇവിടെ ഇപ്പോൾ അന്നദാനം ആരംഭിച്ചിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നായി എത്തുന്ന നിരവധി പേരാണ് ഇവിടുത്തെ അന്നദാനത്തിനായി എത്തുന്നത്. അവർക്കൊക്കെ അവർ ഇവിടെ വിതരണം ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ ഇവിടെ ബിരിയാണിയാണ് ഇങ്ങനെ പാക്കറ്റുകൾ ആക്കിക്കൊണ്ട് ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. എന്തായാലും അത്തരം പരിപാടികളൊക്കെ വിവിധയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മുഖദാർ ഭാഗത്ത് എത്ര പേർക്കാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? നമ്മളിവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തൊരു 11ാമത്തെ വർഷമാണ്. ഈ പ്രാവശ്യം നമ്മൾ 400 വീടുകൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. മൗലൂദുമായി ബന്ധപ്പെട്ട് നബിദിനുമായി ബന്ധപ്പെട്ട് മൗലൂദുമായി ഈ പ്രദേശത്തുള്ള എല്ലാ വീടുകൾക്കും വാങ്ങാൻ തയ്യാറുള്ള എല്ലാ വീടുകൾക്കും നമ്മൾ 400-ൽ പരം വീടുകൾക്ക് നമ്മൾ 6 ആൾക്ക് 5 ആൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. ആ രീതിയിൽ നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ കടലിൻ്റെ മക്കൾ എന്നൊരു കൂട്ടായ്മയാണ്. കടലിലെ മക്കൾ മാത്രമല്ല, അല്ലാത്ത ആളുകളും ഉണ്ട്. അതിനൊരു പേര് കൊടുത്ത് അങ്ങനെയാണ് കടലിൻ്റെ മക്കളെന്ന്. ആ ഒരു കൂട്ടായ്മയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 11 വർഷത്തോളമായി, 11ാമത്തെ വർഷമാണ് ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂട്ടായ്മയിൽ കൂടുതൽ പേരും മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ്. എങ്കിലും മറ്റാളുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ കൂടി മത്സ്യത്തൊഴിലാളിയല്ല, ഓൺ മത്സ്യത്തൊഴിലാളിയല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ കൂടല്ല. അപ്പോൾ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. പേര് കടലിൻ്റെ മക്കൾ എന്ന പേരിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ബിരിയാണിയാണ് അവരിങ്ങനെ പാക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ഭാഗത്ത് അതിൻ്റെ പാക്കറ്റുകളൊക്കെ വിതരണത്തിനായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പല ആളുകളും അത് എടുത്ത് പോകുന്നു. അവരുടെയൊക്കെ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് വരുന്ന ആളുകൾ. അതുപോലെ അതെല്ലാം തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. ഈ വിധത്തിലാണ് പല ഇടങ്ങളിലും പരിപാടികൾ നടക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് മഴയുണ്ട് എന്നുള്ളത് ഈ ഘോഷയാത്രയൊക്കെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രവൃത്തികൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൗലിദ് പാരായണം, അന്നദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പുരോഗമിക്കുന്നുണ്ട്. വൈകിട്ട് കുട്ടികളുടെ കലാപരിപാടികൾ, പ്രസംഗം, പാട്ട് ഉൾപ്പെടെയുള്ള കലാപരിപാടികളും അരങ്ങേറും. കോഴിക്കോട് നിന്ന് KC ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.